നമ്മളിന്ന് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് നമുക്കൊരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നുകൊണ്ട് നിൽക്കുന്നത്. മാർക്കറ്റിലെ മെയിൻ ഫണ്ടമെൻ്റൽ ന്യൂസസ് നോക്കുവാണെങ്കിൽ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തതിൻ്റെ തൊട്ട് US ബിറ്റ്കോയിൻ റിസർവിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ ഡൊണാൾഡ് ട്രംപ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ US ഗവൺമെൻറ് റിസർവ് ഫണ്ടിൻ്റെ അകത്ത് ബിറ്റ്കോയിനും ഒരു പങ്കാളിയാണ്. കറൻ്റ്ലി USൻ്റെ കയ്യിൽ ഫ്രീസ്ഡ് ആയിട്ടുള്ള 200K ബിറ്റ്കോയിനാണ് അവർ റിസർവ് ഫണ്ടിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തത്. ആൾട്ട് കോയിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഒരു ആൾട്ട് കോയിനും കറൻ്റ്ലി റിസർവ് ഫണ്ടിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് തന്നിട്ടില്ല. അതേപോലെ ആൾട്ട് കോയിൻ കറൻ്റ്ലി ഫ്രീസ്ഡ് ആയിട്ടുള്ള ആൾട്ട് കോയിന് സെല് ചെയ്യാനുള്ള ചാൻസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആർക്കും വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് US ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസീസ് ഏതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറൻ്റ്ലി US ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫ്രീസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസാണ് ഇത്. US ഗവൺമെൻറ് ഇതുവരെയായിട്ടും ആൾട്ട് കോയിൻ്റെ കാര്യത്തിലൊരു തീരുമാനം പറയാത്തതുകൊണ്ട് തന്നെ അഥവാ US ഗവൺമെൻറ് ആൾട്ട് കോയിൻ മൊത്തം സെല് ചെയ്ത് ബിറ്റ് കോയിൻ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എത്തീരത്തിലും BNBയിലും US ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രീസ്ഡ് ആയിട്ട് ഏതെല്ലാം ക്രിപ്റ്റോ കറൻസീസ് ആണോ ഉള്ളത് ആ ക്രിപ്റ്റോ കറൻസിയിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബിറ്റ് കോയിൻ ഇന്ന് ഡൗണിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് മണി പ്രിൻറ്റിങ്ങിലൂടെ ബിറ്റ് കോയിൻ റിസർവിൻ്റെ അകത്തേക്ക് US ആഡ് ചെയ്യുമെന്നായിരുന്നു. പക്ഷേ US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ മണി പ്രിൻറ്റിങ്ങിലൂടെ ബിറ്റ് കോയിൻ റിസർവിലേക്ക് ആഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല എന്നുള്ളൊരു അപ്ഡേഷനാണ് വന്നത്. അപ്പം US ഗവൺമെൻറ് എങ്ങനെയാണ് റിസർവിലേക്ക് അഡീഷണൽ ബിറ്റ് കോയിൻ ആഡ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് നിലവിലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ചെറിയൊരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മളിപ്പം മണി പ്രിൻറ്റിങ്ങിലൂടെ ആഡ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടെ മാർക്കറ്റിൽ വന്നിട്ട് അത് ആഡ് ചെയ്യാത്തതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റ് ഇപ്പം കാണിക്കുന്നതെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എന്തുകൊണ്ടും ബുള്ളിഷാണ്. പക്ഷേ USൻ്റെ ഒരു കൺട്രി ബിറ്റ് കോയിൻ റിസർവ് ഫണ്ടിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ബിറ്റ് കോയിനെ സംബന്ധിച്ച് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നത്. US പോലെ വലിയൊരു കൺട്രി ബിറ്റ് കോയിൻ റിസർവ് ഫണ്ടിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് അപ്പം നാളെ അതർ കൺട്രീസും ബിറ്റ് കോയിൻ റിസർവ് ഫണ്ടിലേക്ക് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബിറ്റ് കോയിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യൺ ആണ്. കറണ്ട് സർക്കുലേഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നത് വെച്ചാൽ മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വെച്ചാൽ 90 മില്യൺ ആണ്. റിമൈനിങ് 2 മില്യൺ മൈൻ ചെയ്ത് കിട്ടണമെങ്കിൽ എറൗണ്ട് എസ്റ്റിമേറ്റ് നമുക്കൊരു 115 ഇയേഴ്സ് എടുക്കുന്നുണ്ട്. ഈ കറൻ്റ്ലി ഉള്ള സപ്ലൈയുടെ 90 മില്യണിൽ 1 മില്യൻ്റെ അടുത്ത് സതോഷി നാക്കമോട്ടോ എന്ന് പറഞ്ഞ ബിറ്റ് കോയിൻ്റെ ഫൗണ്ടറുടെ കയ്യിലാണുള്ളത്. റിമൈനിങ്ങിൽ ഒരു 200K ഇപ്പം ബിറ്റ് കോയിന് US ഗവൺമെൻറ് റിസർവിലേക്ക് ഗവൺമെൻറ് ആഡ് ചെയ്ത് കഴിയും. ഒരു 130K മൈക്കിൾ സെല്ലറിൻ്റെ അടുക്കാണ് ഉള്ളത്. മൈക്രോ സ്ട്രാറ്റജീൻ്റെ ഫൗണ്ടർ എടുക്കുക. അപ്പം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് അത്രയും സപ്ലൈ കുറവുള്ള ഒരു കറൻസിയാണ്, അല്ലെങ്കിൽ സപ്ലൈ കുറവുള്ള ഒരു കോയിനാണ് ബിറ്റ് കോയിൻ. നാളെ ഓരോരോ രാജ്യങ്ങളും ഇത് റിസർവ് ഫണ്ടിൻ്റെ അകത്തേക്കും ഓരോരോ വലിയ വലിയ കമ്പനികൾ ബിറ്റ് കോയിനെ ഏറ്റെടുക്കുമ്പം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു 100 മില്യൺ അല്ലെങ്കിൽ ഒരു 10 CR ഒരു 200 CR എന്ന് പറയുന്നത് പോസിബിളാണ്. ഇൻ ഫ്യൂച്ചർ ബിറ്റ് കോയിൻ പോസിബിളാണ്. കറൻ്റ്ലി ഇന്ന് മാർക്കറ്റ് എന്തുകൊണ്ട് ഡൗണിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ ഒറ്റ കോൺസെപ്റ്റാണ്. മണി പ്രിൻറ്റിങ്ങിലൂടെ ബിറ്റ് കോയിൻ റിസർവിലേക്ക് ആഡ് ചെയ്യുന്നതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. അപ്പം USൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഡിസിഷൻ ഉണ്ടാവാത്തതുകൊണ്ടാണ് കറൻ്റ്ലിയുള്ള ഈ ചെറിയൊരു ക്രാഷിന് റീസൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.